നെല്ലിയാമ്പതിയിലേക്കുള്ള പോണ പോക്കാണ് കേട്ടോ. നെല്ലിയാമ്പതി ടൂറിസ്റ്റിന്റെ സ്റ്റാർട്ടിങ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കയറാണ്. ആ ബോർഡാണ് ഇവിടെ. സമയം പറഞ്ഞിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് വഴി അനുവദിച്ച പ്രവേശന സമയം കാലത്ത് 7 മണി മുതലാണ് വൈകുന്നേരം 3 മണി വരെ. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റിൽ തിരികെ എത്തുക. അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തു. വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേന് റിട്ടേൺ വരണം. പെരിന്തൽമണ്ണ കുറച്ച് ചങ്കുകളുണ്ട്, സെൽഫി എടുത്തുകൊണ്ടിരിക്കാണ്. എവിടുന്നാ? പെരിന്തൽമണ്ണ. നേരെ എങ്ങോട്ടാ? നെല്ലിയാമ്പതിയാ? എങ്ങനെ നെല്ലിയാമ്പതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? യാത്ര ചെയ്യുമ്പോ ഒരു ചെറിയ അറിവുണ്ടാക്കുന്ന നല്ല കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ചായ കുടിക്കുക. അതുപോലെ ഇവിടെ ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എന്താ നോക്കാം എന്താ എഴുതിയെന്നുള്ളത്. മങ്കീസ് ഒക്കെ കാണും, അതിന് ഭക്ഷണം കൊടുക്കരുത് എന്നാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നത്. പിന്നെ അതാ മാലിന്യമുക്ത പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ, ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വയം സൂക്ഷിക്കുക. ഇവിടെ ഇട്ടു പോകരുത്. ഓക്കെ, അപ്പം കാണാം കേട്ടോ. ബൈ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു ടീമുണ്ട്. ആ ഇവിടെ എത്തിയോ? നമ്മളെ പെരുന്തൽമണ്ണയിലുള്ള ആൾക്കാരാ അല്ലേ? ആ, നമ്മളെ പേരെന്ത്? ബഷീർ. സക്കരിയ.
ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ യാത്രയിലാണ്. തുടങ്ങിയിട്ട് കുറച്ചായി, 5-6 മാസമായി. ട്രാവൽ ചാനൽ 360. അപ്പൊ ഞാൻ കോഴിക്കോട്. ഹായ്. അല്ല താങ്ക് യു. എങ്ങനെ സൂപ്പർ അടിപൊളി സ്ഥലം അല്ലേ? ഇത് ഈ വ്യൂ പോയിന്റ് പേരെന്താ അറിയോ? അതിനെ പറ്റി ഐഡിയ ഉണ്ടോ? എന്തായാലും നെല്ലിയാമ്പതി എത്തിയില്ല. മുകളിലാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്, എല്ലാവരും സ്റ്റേ ചെയ്യുന്ന ഒരു കണ്ടില്ലേ, അടിപൊളി. അവിടെ ഫോട്ടോ എടുക്കുന്നു, ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. കരാട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. മോനെ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാ. ഇവിടെ കുറെ ആൾക്കാർ. നിങ്ങൾ ഇവിടെ സ്ഥലമാ? കൊല്ലംകോടാ? കൊല്ലംകോട് തന്നെ അല്ലേ. ഞാൻ കൊല്ലംകോട് വീഡിയോ ഒക്കെ ഫുള്ള് എടുത്തു കഴിഞ്ഞത്. ഞാൻ നെല്ലിയാമ്പതി എത്തി. ഇവിടെ നിന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയ കേശവൻ പാറ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്, പോയി നോക്കാം. നെല്ലിയാമ്പതിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് കേശവൻ പാറ. കേശവൻ പാറന്റെ തൊട്ടടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 200 മീറ്റർ നടക്കാണ്ട് നോക്കാം. ഇവിടെ ടീ എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. കേശവൻ പാറ ഇടാ വണ്ടി ഇടോ. ഇവിടെ നിർത്തണോ അല്ലേ? അങ്ങോട്ട് വണ്ടി പോയില്ല. വണ്ടി ഇവിടെ നിർത്തണം എന്നാണ് പറയുന്നത്. കേശവൻ പാറന്റെ തൊട്ടടുത്ത് ഇങ്ങനെ പോണം. ഇവിടെ നിന്നും 200 മീറ്റർ പോകാണ്ട് അല്ലേ? ഓക്കെ. കേശവൻ പാറ വ്യൂ പോയിന്റ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ടൈം 8 മണി മുതൽ 4 മണി വരെ ഉള്ളു കേട്ടോ. എക്സിറ്റ് ടൈം 5 PM. എക്സ്പീരിയൻസ് കേശവൻ പാറ. എൻജോയ് ദ മൊസൈക് ക്രൗൺ ആൻഡ് ഫ്രോസ്റ്റ് ആൻഡ് നെല്ലിയാമ്പതി. എൻജോയ് ദ പെൻഡ്രോമിക് വ്യൂ ആൻഡ് ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ക്യാമറ 50 രൂപ, വീഡിയോഗ്രാഫി 150 രൂപ, സ്റ്റുഡൻസ് 10 രൂപ, ഇന്ത്യന് 50 രൂപ കേട്ടോ എൻട്രി ഫീസ് വരുന്നത്. കേശവപാറന്റെ ടിക്കറ്റ് എൻട്രൻസിൽ ഇവിടെ ടിക്കറ്റിന് 20 രൂപ അല്ലെ? ഒരാൾക്ക് 20 വ്യൂ പോയിന്റ് 400 മീറ്റർ ഉണ്ട് ഇങ്ങോട്ട് നടക്കാൻ. അപ്പൊ ഇത് ഓൺലൈനിലാണ് അല്ലേ പേയ്മെന്റ്? അപ്പൊ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈഫൈ ഉണ്ട്. ഇനിയിപ്പോ നെറ്റ് കിട്ടൂല, ഇല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കി തരും. ശരി, ഓക്കെ, താങ്ക് യു. ആരെ ടിക്കറ്റ് കാണിക്കാൻ ആരും ഇല്ല അല്ലേ? അപ്പൊ ഇങ്ങനെ നടന്നു പോരാ? ശരി, ഓക്കെ, താങ്ക് യു. ഇവിടെ 400 മീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഇവിടെ ഈ വേഴാമ്പലൊക്കെ ഇവിടെ കാണുന്ന ഒരു സാധനം കേട്ടോ. ഗ്രേറ്റ് ഇന്ത്യൻ ഹോർണബിൽ. 400 മീറ്റർ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ പോയിന്റ് കാണാം എന്നാണ് പറയുന്നത്. അങ്ങനെ കേശവൻ പാറയിലേക്കുള്ള നടത്തം കാടാൻ ഫുള്ളും കാട്ടിലെ കൂടെയുള്ള ഈ യാത്രയാണ്. പ്ലാസ്റ്റിക് ഫ്രീ നെല്ലിയാമ്പതി എന്നാണ്
ഇവരുടെ ക്യാപ്ഷൻ. അപ്പം പ്ലാസ്റ്റിക് ആയിട്ട് ആരും കൊണ്ടുവരണ്ട. ഏകദേശം കേശവൻ പാറന്റെ തൊട്ടടുത്ത് എത്തിക്കിന് അടിപൊളി കാറ്റാണ്ടോ, നല്ല തണുത്ത പ്രകൃതിന്റെ കാറ്റ്. ഇതാണ് കേശവൻ പാറ. അടിപൊളി വ്യൂ ആണെന്ന് കേട്ട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. കേശവൻ പാറ, ആ തണുത്ത കാറ്റ്. അങ്ങനെ വ്യൂ പോയിന്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. സൂപ്പർ. ഇങ്ങനെയുണ്ട് മക്കളെ, അടിപൊളി. ദിസ് ഈസ് കേശവൻ പാറ. പാറ കയറും വേണം ഇറങ്ങും വേണം കേട്ടോ. നല്ല സ്റ്റാമിന നിർബന്ധ. അപ്പൊ ഇതാണ് സീതാർകുണ്ട്. അങ്ങനെ ആ പാറ, ഈ പാറ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. ഇങ്ങോട്ട് കയറണം, അതുപോലെ അങ്ങോട്ട് ഇറങ്ങും വേണം. ഈ പാറന്റെ എൻഡിലാണ് ഈ വ്യൂ പോയിന്റ്. കയറാൻ സ്റ്റാമിന ഉള്ളവർക്ക് ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് കയറിയാൽ മതി, ഇറങ്ങിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പണി കിട്ടും. മഴക്കാലത്തൊക്കെ സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എത്തി വ്യൂ പോയിന്റിൽ. എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? അടിപൊളി. വ്യൂ പോയിന്റിലെത്തി. ഈ പാറാണ് ഞാൻ ആ മോളിന്നും കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അത്യാവശ്യം സ്റ്റാമിന വേണം, നല്ല ഷൂ വേണം, ഇറങ്ങാനും നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ വേണം കേട്ടോ. മഴക്കാലത്ത് കഴിയുന്നത് വരാതെക്കണം നല്ല. പക്ഷെ വ്യൂ അടിപൊളിയായിരിക്കും. സാഹസികത യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു, മഴക്കാലത്ത് വരാൻ പറ്റിയൊരു സ്ഥലം. കോടൊക്കെ നല്ല കാണാം. ഞാൻ വന്ന സ്ഥലമാണ്. അവിടെ രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത്രയും കയറിയിട്ടുണ്ട്. ഇനിയും മേലോട്ട് കയറാണ്ട് കേട്ടോ. ഇത്രയും കയറി കണ്ടില്ലേ? രണ്ടാൾക്കാരെ കാണുന്നുണ്ടോ? രണ്ടാൾക്കാർ ഇപ്പൊ ഇറങ്ങിപ്പോയതാ. എന്റെ ബാക്കിലാണ് കേശവൻ പാറന്റെ വ്യൂ പോയിന്റ്, നെല്ലിയാമ്പതി. അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റ്, നല്ല ഈ പൊരി വെയിലത്തുള്ള സമയമാണ് ഇതിപ്പോ ഞാൻ വന്നത്. പക്ഷെ നല്ല ഇളം തണുപ്പുണ്ട്, ചൂട് കുറവാണ്, ചൂടില്ല. അപ്പോ ബാക്കിലുള്ള പാറ അത് ഇറങ്ങിയിട്ട് വേണം വരാൻ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ, സി യു.